നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ പൊട്ടിത്തെറിക്കുന്ന മകൻ ചന്തുവിനെ നമ്മൾ കണ്ടു. മകൻ ചന്തുവിനെ മാത്രമാണോ നമ്മൾ കണ്ടത്? അല്ല. നമ്മളവിടെ രമേശ് പിഷാരടി സംസാരിക്കുന്നത് കണ്ടു. അവരവരുടെ ചടങ്ങുകൾ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ അഭ്യർത്ഥന. മുഖ്യമന്ത്രി വി സതീശൻ അദ്ദേഹം പറയുന്നുണ്ട്, മാറി നിൽക്ക് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. എപ്പോഴാണത്? മീഡിയ സംഘങ്ങളുടെ കടന്നുകയറ്റമുണ്ടായ സാഹചര്യത്തിലായിരുന്നു. അതിരുവിട്ട നിലയിലായിരുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ. ഇതിനിടയിൽ വന്ന മറ്റൊരു വിഷ്വലിൽ വേറൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ഒരു മരിച്ച സ്ഥലത്തേക്ക് വരുന്ന മുഖ്യമന്ത്രിയെ പൊന്നാട അണിയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തകൻ. ഇവരുടെയൊക്കെ സാമാന്യ ബോധവും വിവേചന ബുദ്ധിയും എവിടെ പോയി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ നാട് കടന്നു പോയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനും മറുപടി. ഈ ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ പത്രമാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്കിടയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പല താരങ്ങളും പിന്നീട് പറയുന്നത്, നമ്മൾ മരിച്ച വീട്ടിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഈ ആളുകൾ വന്നിട്ട് പിച്ചുക, മാന്തുക, തോണ്ടുക, ഇതൊക്കെയാണ്. ഇതിനെതിരെ ഈ താരങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും ഉയരും. ഇപ്പോഴത്തെ കാലഘട്ടം ഈ നവമാധ്യമങ്ങളിൽ വരെ വന്നു നിൽക്കുന്നത് കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വരെ എത്തി നിൽക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഇക്കൂട്ടർക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ മൺമറഞ്ഞു പോയ നടൻ ഇന്നസെന്റ് അദ്ദേഹം ഇതുപോലൊരു ചടങ്ങിലേക്ക് വരികയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ഈ പറയുന്ന കമ്പും കോലും ഒക്കെ ആയിട്ട് ചെന്ന് കയറുകയാണ് മാധ്യമ പ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് അവിടെ കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്, ഞാനൊന്ന് അങ്ങോട്ടേക്ക് എത്തിക്കോട്ടെ. ഒരു ദയനീയവും ഒരു എന്താ പറയാ, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അങ്ങനെ ഒരു ഭാവവും സ്വരവും ഒക്കെ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്. ഇത് പൊതുവിൽ ഈ വെള്ളിവെളിച്ചത്തിൽ നിൽക്കുന്നവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർക്ക് പണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തി അവരെ വിലയിരുത്തുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അവർ പല സമയങ്ങളിലും മോശമായി പെരുമാറുന്നു, നമ്മുടെ പണം കൊണ്ടല്ലേ അവർ ഇത്തരത്തിൽ സമ്പാദിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും സിനിമയ്ക്ക് പോവാതിരുന്നാൽ മതി. സിനിമ എന്ന് പറയുന്ന വ്യവസായ ഭാഗം നിന്ന് പോട്ടെ, നിങ്ങൾ കോൺട്രിബ്യൂഷൻ ചെയ്യണ്ട, നിങ്ങളത് കാണണ്ട എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും പല ചപലതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം. ഏറ്റവും പ്രണയിച്ച വിവാഹം കഴിച്ചവരാണ് സലീം കുമാറും ഭാര്യയും. അതിലുണ്ടായ രണ്ട് പൊന്നുമക്കളാണ്. അവരുടെ വേദന എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ അച്ഛനോട്, അവരുടെ ഭർത്താവിനോട് എത്രത്തോളം ആത്മബന്ധം ഉണ്ടാകണം എന്നുള്ളതൊന്നും നമ്മൾ ഇവിടെ ഇരുന്ന് വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഓരോ ആത്മബന്ധവും ഓരോ മനുഷ്യന്റെയും മാനസിക വികാരങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് അതിനെ എങ്ങനെയാണ് അനുമാനിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ചന്തുവിനെ പോലൊരു മകൻ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് ഈ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് തങ്ങളുടെ അച്ഛനൊപ്പമോ ഒന്നും പുറത്തു പോകാനോ ഒന്നിനും സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആളുകളാൽ വന്ന് മൂടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് നമ്മളൊക്കെ പലപ്പോഴും പൊതുവിടങ്ങളിലേക്ക് പോകാറുണ്ട്. എപ്പോഴാണ് പൊതുവിടങ്ങളിൽ നമ്മുടെ താരങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വന്നു നിൽക്കാൻ കഴിയുന്നത്? അവരെ മനുഷ്യജീവിയായിട്ട് ഈ സാഹചര്യത്തിൽ, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മരണം പോലുള്ള ദുരന്തമൊക്കെ അവരുടെ കുടുംബത്തിലും വന്ന് സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും അവരെയൊക്കെ വെറുതെ വിടേണ്ടതല്ലേ? അവരുടെ ചടങ്ങുകൾ, അവരുടെ ഏത് വിശ്വാസപ്രകാരമാണോ അല്ലെങ്കിൽ എന്താണോ ആ മനുഷ്യൻ മൺമറയുന്നതിന് മുമ്പ് തന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്, അതനുസരിച്ച് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണ്ടേ?
ആ പൂർത്തിയാക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ, ഒരു മര്യാദ പോലും കാണിക്കാതെ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ വന്ന് നിന്നുകൊണ്ട് ഏത് കൊലകൊമ്പനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണെങ്കിലും ഏത് മാധ്യമ സ്ഥാപനമാണെങ്കിലും വന്നു നിന്ന് പ്രവർത്തിക്കുന്നത്, ഇത്തരത്തിൽ പെരുമാറുന്നത്, അവരുടെ ക്ഷമ കെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് മോശമായ കാര്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ അതിന്റെ കൊമ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് പറയാം, ആ ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ഉചിതമായ രീതിയിൽ നിങ്ങൾ അവിടെ പ്രവർത്തിക്കണം, അല്ലെ? ഇനി ഈ നവമാധ്യമങ്ങളിലേക്ക് വരികയാണെങ്കിലോ, അവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് ഓരോ ഓരോ സീൻ ബൈ സീനായിട്ട് ഒപ്പിയെടുത്ത് ഇത് കട്ട് ചെയ്ത് ഈ സമയത്ത് ഇവരിങ്ങനെ പ്രചരിപ്പിച്ചത് ശരിയാണോ? ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അവിടെ ഇരുന്ന് ആ വീട്ടിൽ ഒരു ദുരന്തം നടന്നിരിക്കുന്ന, ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യം നടന്നിരിക്കുന്ന വീട്ടിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ അവരുടെ മര്യാദ അളക്കേണ്ട കാര്യമുണ്ടോ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒറ്റ കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിവേചന ബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയും. വിവേചന ബുദ്ധി ഒന്നും ഇല്ലാതെ പെരുമാറുന്ന ഒരു സമൂഹമായിട്ട് മലയാളി സമൂഹം എന്ന് മാത്രം പറയുന്നില്ല, കാരണം ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമുക്കറിയാം, റോട്ടിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരുത്തൻ വീണ് കിടക്കുകയാണ്, ചോരയൊലിച്ച് കിടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അത് വീഡിയോ എടുക്കും. ആ വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ അത് കൃത്യമായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് ഈ താഴെ വീണ് കിടക്കുന്നവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അത് ഇന്നത്തെ കാലഘട്ടം മനുഷ്യനെ കൊണ്ട് എത്തിച്ചതാണ്. നമുക്ക് എവിടെയൊക്കെയോ വെച്ച് മനുഷ്യത്വവും മനസാക്ഷിയും സഹാനുഭൂതിയും കരുണയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര എത്ര സാഹചര്യങ്ങളാണ് നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോയിട്ടുള്ളത്. അവരും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള അവസരങ്ങളിലെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം സമൂഹത്തിന് മുമ്പിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. പല നടന്മാരും നടിമാരും ഒക്കെ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചു പറയുകയല്ല, പല നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുവായിട്ടുള്ള, അവരുടെ സ്വകാര്യമായിട്ടുള്ള സമയത്ത്, പൊതുവായിട്ടുള്ളതല്ല സ്വകാര്യമായിട്ടുള്ള സമയത്ത് അവരെവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇടിച്ചു കയറി ചെന്ന്, അല്ലെങ്കിൽ അവരെ ഏറെ വേദനയോടെ നിൽക്കുമ്പോൾ ഇടിച്ചു കയറി ചെന്നിട്ട് അവർ എതിർത്ത് എന്തെങ്കിലും പറയുമ്പോൾ ആരാധകനോട് പെരുമാറിയത് ഇങ്ങനെ, ഇത് ശരിയാണോ? എന്ത് ശരിയാണോ എന്നുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വകാര്യ നിമിഷത്തിൽ ഇരിക്കുമ്പോൾ, വളരെ സ്വകാര്യമായിട്ട് ഇരിക്കുമ്പോൾ, അങ്ങനെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. ആ വിളിക്കുന്നവനെ 100 ചീത്ത വിളിച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ ഫോൺ എടുക്കുന്ന പോലെ ഉണ്ടാവുക. അപ്പോ ഈ പ്രവണതയൊന്നും മനസാക്ഷിയോ കരുണയോ സഹാനുഭൂതിയോ സഹിഷ്ണുതയോ ഒന്നുമുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല. അതെല്ലാം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു ദൃശ്യം കൂടി കണ്ടു, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ ഒരു സലീം കുമാറിന്റെ ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നടൻ ദിലീപ് അവിടെയുണ്ട്. ദിലീപിന്റെ മുമ്പിലേക്ക് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാണ്, സെൽഫി. ഇതിന് നിങ്ങൾ തന്നെ മറുപടി ആലോചിച്ചെടുക്കൂ, ഇതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന്.